ഹലോ മുത്തുമണീസ്. അപ്പോൾ 4-5 ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പെട്ടെന്നൊക്കെ അങ്ങനെ ഉണ്ടാക്കും, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാവില്ല. പിന്നെ പുറത്തുനിന്നാണെങ്കിലും എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫ്രീ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വീക്കെൻഡാണ്, സാറ്റർഡേ ആണ്. അപ്പോൾ നമ്മളൊരു നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്ത് പോകാൻ നിൽക്കുക. എല്ലാ വീക്കെൻഡും ഞങ്ങൾ പുറത്ത് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് അൻവർ വിളിച്ച് പറഞ്ഞ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ. അവരവിടെ എന്തോ വേറെന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് അവർ പുറത്തിറങ്ങും എന്തായാലും. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് എന്നെ പിക്ക് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ കവനീജിൽ പോയിട്ട് നിസാറിനെയും കൂടെ പിക്ക് ചെയ്യൂട്ടോ. എന്നിട്ട് പിന്നെ പ്ലാൻ ചെയ്യുള്ളൂ എവിടെ പോകണം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണെങ്കിൽ നമുക്ക് ഇത് മാത്രം സെറ്റാക്കിയാൽ പോരെ, കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം സെറ്റാക്കണമല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്ന ഉടനെ തന്നെ കിച്ചണിൽ കയറിയിട്ട് ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ചെയ്യുന്ന പോലെയൊക്കെ തന്നെ. ഇതിൽ റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഓരോ ആളുകളും ചെയ്യുന്ന പോലെ തന്നെ, അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളോ സവിശേഷതകളോ ഒന്നുമില്ല. സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ. നമ്മൾ സാധാരണ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് നെയ്യിൽ, ആ നെയ്യിൽ തന്നെ നമ്മൾ കുറച്ച് സവോളയും കൂടെ ഇടുന്നു. പിന്നെ നമ്മൾ ബാക്കി നെയ്ച്ചോറിന് ആവശ്യമായിട്ടുള്ള പൂക്കളും കായ്കളും കനികളും എല്ലാം കൂടെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇടുന്നു. പിന്നെ ഈ വലിയ ജീരകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് ഫബി പറഞ്ഞിട്ടുണ്ട് എപ്പോഴും വലിയ ജീരകം ഇടണം. അതെന്താണെന്ന് എനിക്കറിയില്ല, ഞാനും ഇടും. അപ്പോൾ അത് കാരണം, അല്ലെങ്കിൽ ഞാനതൊന്നും ഇട്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ ഇടുന്നു. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നു. ഉപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളം തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അരി ഇടുന്നു. അരി ഇട്ട് കഴിഞ്ഞിട്ട് നല്ലൊരു തിള വരുന്ന സമയത്ത് നമ്മൾ അതിനൊന്ന് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് കുറച്ച് വെക്കുന്നു. എന്നിട്ട് അടച്ച് വെച്ച് അങ്ങനെ വേവിക്കുന്നു. ഇത്രയൊക്കെ തന്നെയുള്ളൂ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ. ഞാൻ ഇന്നൊരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4-5 ദിവസമായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ തമ്മിൽ മറന്നു പോകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് മാത്രം ഇട്ടതാണ് കേട്ടോ. പിന്നെ ഈ വീക്കെൻഡിലെ വിശേഷങ്ങളും ഇതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീക്കെൻഡും കാണാൻ പറ്റുമല്ലോ. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ എല്ലാ മുത്തുമണികളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്തോ. പിന്നെ ഓളെന്ന ഓപ്ഷനൊക്കെ അമർത്തി കഴിഞ്ഞാലാണ് ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അതേ സമയം നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. നെയ്യൊക്കെ പാകി അതിനുശേഷം നമ്മൾ വറുത്തെടുത്തുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കുറച്ച് മല്ലിയിലയും കൂടെ തൂവിയിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ സിമ്പിൾ നെയ്ച്ചോറ്. പിന്നെ എനിക്ക് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റിയത് വളരെ സന്തോഷമായി തോന്നി. അപ്പോൾ നിങ്ങളും ഹാപ്പി അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയാനുമുണ്ട്. ഇനി പോകുന്ന വിശേഷങ്ങളും ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.